ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ക്യാബേജും ക്യാരറ്റുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു ഉള്ളി ഇതുപോലെ നീളത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചില്ലി ഫ്ലേക്സോ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് മൈദയും 1/3 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാൻ കേക്ക് പോലെ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിൽ പാനിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പരത്തി കൊടുക്കണം. പാൻ നന്നായിട്ട് ചൂടായത് കൊണ്ട് തന്നെ നമ്മളത് ഇടുമ്പം തന്നെ പെട്ടെന്ന് സെറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ ഇട്ടപാട് തന്നെ പരത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അടിഭാഗം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളത് ജസ്റ്റ് മുരിയാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നല്ലൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പച്ചക്കറികളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഇപ്പോൾ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇനി ഉള്ളൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്നാക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന നേരത്തിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർ പ്ലേറ്റ് കാലിയാക്കി തരും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.